ഈശംശായിരിക്കട്ടെ. നമ്മൾ ഈ പരമ്പരയുടെ 14ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ പരമ്പരയുടെ തുടർച്ചയായിട്ട് വേണമെങ്കിലും നമുക്കിതിനെ കരുതാം. കഴിഞ്ഞ ആ ഭാഗത്ത് നമ്മൾ കണ്ടത് മാതാവുമായി ചേർന്ന് ഈശോ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നതാണ്. ഇന്ന് നമ്മൾ കാണുന്നത് ശിഷ്യന്മാരുടെ കൂടെ, അപ്പസ്തോലരുടെ കൂടെ ഈശോ വളരെ സന്തോഷത്തോടെ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലുന്ന ഒരവസരമാണ്. ഈശോ പറയുന്നുണ്ട്, തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ 2ാമത്തെ പെസഹ അവസരത്തിൽ ഈ പെസഹ കിരീടത്തിന് വളരെ വിലപിടിപ്പുള്ള ഒരു മുത്തുകൊണ്ട് നമുക്ക് അതിനെ അഭിഷേകം ചെയ്യാം എന്ന് പറഞ്ഞാണ് ഈശോ വലിയൊരു മലയിലേക്ക് അപ്പസ്തോലന്മാരെ മാത്രം വിളിച്ചു കൊണ്ടുപോകുന്നത്. ഈശോ പോകുന്ന വഴി ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു സ്വർണ്ണമോതിരം പോലെ പൂർണ്ണതയുടെ ഒരു പ്രാർത്ഥന നിങ്ങളെ പഠിപ്പിക്കാം. എന്നിട്ട് ഈശോ പറയുന്നു, നിങ്ങൾ പല പ്രാവശ്യം എൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്നും സ്നാപയോഹന്നാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് പോലെ ഞങ്ങളെയും പഠിപ്പിക്കണമെന്നും എല്ലാം പറയുമ്പോൾ അന്ന് ഈശോ പറഞ്ഞത്, സമയമായിട്ടില്ല, നിങ്ങളിൽ അത്യാവശ്യം വേണ്ട പരിവർത്തനങ്ങൾ വന്നു കഴിയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം. ഈശോ വളരെ സന്തോഷത്തോടെ പറയുകയാണ്, ആ പരിവർത്തനം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ ആ ശമയോൻ, മീൻപിടുത്തക്കാരനായ ശമയോൻ, യോഹന്നാന്റെ പുത്രനായ ശമയോൻ മാറുകയാണ്. ഈശോയുടെ ശിഷ്യനായ പത്രോസായി മാറുമ്പോൾ അവൻ യോഗ്യത നേടുകയാണ്. അതുപോലെ എല്ലാ ശിഷ്യരും അങ്ങനെ ഈശോ അവരെയും കൊണ്ടുപോവുകയാണ്. ഈശോ വഴിയിൽ വെച്ച് പറയുന്നുണ്ട്, യോഹന്നാന്റെ പുത്രനായ ശമയോൻ ഒരുപക്ഷെ പ്രാർത്ഥന, ആദര ശുശ്രൂഷയും ഒരു ചടങ്ങും ഒക്കെ മാറാം. അതേസമയം ഈശോയുടെ ശിഷ്യനായ പത്രോസിൻ്റെ പ്രാർത്ഥന ഒരു ഹൃദയം ഉയർത്തലാണ്. ഹൃദയത്തിൻ്റെ ഭാഷയായ സ്നേഹം മാത്രം സംസാരിക്കലാണ്. അതിന് യോഗ്യത ആയപ്പോൾ ഈശോ അവരെയും കൊണ്ട് ആ ഒലിവ് മലയിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ഈശോ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ആ പൂർണ്ണതയിലേക്ക് കുറച്ചൊക്കെ വന്നിരിക്കുന്നു. അതിന് കാരണവും ഉണ്ട്. അതിൻ്റെ കാരണം ഇങ്ങനെയാണ്. പത്രോസ് ഒരു കുട്ടികളില്ലാത്ത ഒരു കുടുംബക്കാരനാണ്. ഈശോയുടെ വളരെയധികം ആഗ്രഹം പ്രകടിച്ചപ്പോൾ ഈശോ ഒരു അനാഥ ബാലനെ ദത്തെടുക്കുവാൻ അനുവദിക്കുകയാണ്. അനാഥ ബാലൻ്റെ പേര് മാർജ്യം എന്നാണ്. അവൻ്റെ ആ ദേവാലയത്തിൽ സമർപ്പണം അപ്പസ്തോലന്മാരുടെ വലിയൊരു ആഘോഷത്തിൻ്റെ ചടങ്ങായിരുന്നു. പക്ഷേ ഈ സമയം യൂദാസ്കറിയാത്ത അവരുമായുമെല്ലാം വിയോജിച്ച് മാറി നിൽക്കുകയാണ്. ഈ സംഭവം പത്രോസിനെയും ശിഷ്യന്മാരെയും വളരെയധികം വേദനിപ്പിച്ചു. പത്രോസിനെ വളരെ വേദനിപ്പിച്ചു. പക്ഷേ പത്രോസ് അതെല്ലാം ഉൾക്കൊള്ളുവാനുള്ള ശക്തി ഈശോയുടെ ആ പഠിപ്പീരിൻ്റെ ആരോടും വിദ്വേഷം വേണ്ട, വെറുപ്പ് വേണ്ട, വിധിക്കേണ്ട. പക്ഷേ ഈശോയുടെ വേദന പത്രോസിനെ വളരെയധികം വേദനിപ്പിച്ചു. അതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നത് എങ്ങനെയാണ്? പത്രോസ് പറഞ്ഞു, എൻ്റെ വേദന തീർച്ചയായിട്ടും മാനുഷിക തലത്തിൽ അതൊരു വേദന തന്നെയായിരുന്നു. പക്ഷെ നീ ആ വേദന അനുഭവിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് എൻ്റെ ആത്മാവിൽ വലിയ വേദന, പറഞ്ഞറിയിക്കുവാൻ മേലാത്ത വേദന.
ആ വേദനയാണ് എന്നെ കൂടുതൽ ആ ബുദ്ധിമുട്ടിലേക്കും പ്രയാസങ്ങളിലേക്കും നയിച്ചത്. അവിടെ പോലും നിന്റെ കൃപ എനിക്ക് ആത്മസംയമനത്തിന് ശക്തി നൽകി. ആ ശക്തിയാണ് ഞാൻ ആ സംഭവത്തെയൊക്കെ അതിജീവിക്കുവാനുള്ള കൃപ നേടിയെടുത്തത്. പക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, എന്തുകൊണ്ട് ഈശോ ഈ 2 വർഷത്തോളം ഈ ചെറിയൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തുനിന്നു? നമുക്കറിയാം, ഗുരുകുല വിദ്യാഭ്യാസത്തില് നമ്മൾ കാണുന്നുണ്ട്, 12 വർഷത്തോളം ശിഷ്യന്മാരെ പരിശീലിപ്പിച്ചതിന് ശേഷം മാത്രം ഗുരു ശിഷ്യന്മാർക്ക് ഏറ്റവും മൂല്യമുള്ള രഹസ്യങ്ങൾ, മന്ത്രങ്ങൾ പഠിപ്പിക്കുന്നുള്ളൂ. സ്വന്തം മക്കൾ പോലുമാണെങ്കിലും അവർ യോഗ്യരല്ലെങ്കിൽ അവരെ അതുപോലെ നിഗൂഢ രഹസ്യങ്ങളും മന്ത്രങ്ങളും പഠിപ്പിക്കുന്നതിൽ നിന്ന് ഗുരു മാറി നിൽക്കുന്നു. ഈശോയും അതുതന്നെയാണ്. താൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയുടെ ആഴങ്ങളിലുള്ള അർത്ഥം മനസ്സിലാക്കുവാനും അതിനുവേണ്ടിയുള്ള മനോഭാവത്തിലുള്ള മാറ്റങ്ങൾ വരുവാനും ഈശോ കാത്തു നിൽക്കുകയായിരുന്നു. അതിനു മുമ്പ് ഈശോ അവരെ ഒരു ധ്യാനത്തിലേക്ക് ഒരാഴ്ച വിജനപ്രദേശത്തേക്ക് കൊണ്ടുപോയി തിരിച്ചറിവ് കൊടുത്തതിന് ശേഷം ഇതുപോലുള്ള സഹനങ്ങളെ അതിജീവിക്കുന്നതിനുള്ള കൃപയും നൽകി കൊണ്ടുപോവുകയാണ്. ഈശോ ആ ഒലിവ് മലയിൽ ഒരു രാത്രിയിൽ ഇവരുമായി എത്തി ഈശോ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന, നമ്മൾ ചൊല്ലുന്ന ആ പ്രാർത്ഥന അവരൊന്നു ചേർന്ന് ഒരേ സ്വരത്തില് മുഴക്കത്തോടെ പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഈശോ പറയുന്നത്, നിങ്ങൾ പിതാവേ എന്നുള്ള ആ വിളി സ്നേഹത്തോടെ, തടസ്സങ്ങളൊന്നുമില്ലാതുള്ള ആ വിളിക്ക് യോഗ്യരാകുക. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യാഹ്വേ എന്ന് വിളിക്കുവാനും അദോനിയ എന്ന് വിളിക്കുവാനുമെല്ലാം അവർക്ക് പേടിയാണ്. കാരണം ദൈവം അവരെ സംബന്ധിച്ചിടത്തോളം ശിക്ഷിക്കുന്ന, പേടിപ്പിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെ സ്വന്തം പിതാവായി മാറ്റുന്ന ഒരനുഭവത്തിലേക്ക് നയിച്ചുകൊണ്ടാണ് എൻ്റെ പിതാവ് നിങ്ങളുടെയും പിതാവ്. ആ പിതാവിന് ഇഷ്ടം നിറവേറ്റുവാൻ, പിതാവിനെ ഈ ലോകത്തിലേക്ക് വിളിക്കുവാൻ, അന്നത്തെ അപ്പം യാചിക്കുവാൻ, ക്ഷമയുടെ അല്ലെങ്കിൽ കടങ്ങൾ പൊറുക്കുവാൻ, പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്താതിരിക്കുവാൻ, ഇതെല്ലാമാണ് ആവശ്യം. അതിനെക്കുറിച്ചെല്ലാം ഈശോ വളരെ ആഴത്തിൽ അവരോട് സംസാരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ 5-ാമത്തെ വോളിയം 203-ാമത്തെ ദർശനം നമ്മളെല്ലാവരും വായിച്ചിരിക്കണം. ഈശോ ആ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ച് വിശദീകരണം നടത്തുന്നത്. അതിലൊരു കാര്യം മാത്രം ഞാൻ പറയാം. അതിങ്ങനെയാണ്, കടങ്ങൾ ക്ഷമിക്കുന്ന കാര്യം. ഈശോ പറയുന്നുണ്ട്, കടങ്ങൾ 3 തലത്തിലുണ്ട്. ഒന്ന് പദാർത്ഥപരമായ കടങ്ങൾ. പദാർത്ഥപരമായ കടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആരുടെയും എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുവാൻ, ആരുടെയെങ്കിലും നമ്മളാൽ നശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യുവാൻ. അടുത്ത തലം ധാർമ്മികമായ തലമാണ്. നമ്മൾ ആരുടെയെങ്കിലും പേര് ദുഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആരെയും അകാരണമായി കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതും ദൈവത്തിൻ്റെ മുമ്പിൽ കടങ്ങൾ തന്നെയാണ്. ആത്മീയമായ കടം ഇതിലും ഉപരിയാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് വളരെയധികം സ്വീകരിച്ചു, അത് തിരിച്ചു കൊടുക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ദൈവത്തിന് തിരിച്ചു കൊടുക്കുന്നത് ഒരുപക്ഷെ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് ചെയ്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഈ ഈശോയോടുള്ള അല്ലെ ദൈവത്തോടുള്ള
പിതാവിനോടുള്ള കടം, ഈ 3 തലത്തിലും പദാർത്ഥപരമായിട്ടും ധാർമ്മികപരമായിട്ടും ആത്മീയപരമായിട്ടുമുള്ള ഈ കടങ്ങൾ മനസ്സിലാക്കുവാനുള്ള ആ അനുഭവമാണ് കർത്താവ് ഈ 2 വർഷത്തോളം കാത്തിരുന്നത്. ഈ പ്രാർത്ഥനയുടെ അവസരത്തിൽ 11 പേരേ ഉണ്ടായിരുന്നുള്ളൂ. യൂദാസ് അന്ന് അവരുമായി വിഘടിച്ച് മാറി നിൽക്കുകയായിരുന്നു. അവൻ ആ പ്രാർത്ഥനയ്ക്ക് യോഗ്യനുമല്ലായിരുന്നു. കാരണം അവൻ്റെ മനോഭാവങ്ങൾ മാറിയ മനോഭാവമല്ലായിരുന്നു. അവൻ അന്നും ആ യൂദാസായിട്ട് തന്നെ നിന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ധാരാളം പ്രാർത്ഥനകൾ ചെല്ലുന്നുണ്ട്. അത് ഒരു അധര ശുശ്രൂഷയായി മാത്രം മാറാതെ ഹൃദയത്തിൽ നിന്നുള്ള നെടുവീർപ്പായി മാറുമ്പോൾ അങ്ങേക്ക് പരിമളധൂപം പോലെ സ്വീകാര്യമായി മാറുന്നു. അങ്ങനെ അങ്ങയുടെ സ്വർഗരാജ്യത്തിൻ്റെ ആ കൂട്ടായ്മയിൽ ജീവിക്കുവാൻ അതേ മനോഭാവത്തോടുകൂടി ചിന്തയും വാക്കും പ്രവൃത്തിയുമെല്ലാം ക്രമീകരിക്കാൻ ഞങ്ങൾ യോഗ്യരാകുന്നു. ആ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.